പാട്ട് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നമ്മളുടെ വ്യത്യാസം, നമ്മൾ ഗ്രാമർ അറിയാതെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പോലെ ആയിരിക്കും. സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് വ്യാകരണം എന്താണെന്നറിയില്ല, അവർ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഏതൊരു വേദിയിൽ അവർക്ക് വ്യാകരണത്തിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരം മുട്ടും. അതുപോലെ ഒരു സംഭവമാണ് പാട്ടും. ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നത് കൊണ്ടാണെന്ന് വെച്ചാൽ അത് സയൻസാണ്. മ്യൂസിക് എന്ന് പറഞ്ഞാൽ 7 സ്വരങ്ങളേ ഉള്ളൂ മ്യൂസിക്. സരിഗമ പദനിസ സനിധപ മകരിസ. ഈ 7 സ്വരങ്ങൾ കർണാടക സംഗീതത്തിൽ 16 സ്വരങ്ങളായിട്ട് മാറ്റിയിട്ടുണ്ട്. അത് 2 ഋഷഭം, 2 ഗാന്ധരം, 2 മധ്യം, 2 ധൈവതം, 2 നിഷാദങ്ങളാണെങ്കിലും കർണാടക സംഗീതത്തിൽ വരുമ്പോൾ ഒരു 3 ഋഷഭം, 3 ഗാന്ധാരം, 2 മധ്യമം, 3 ധൈവതം, 3 നിഷാദം, അങ്ങനെ ഇതെല്ലാം കൂട്ടി വരുമ്പോഴത്തേക്കും 12 സ്വരങ്ങൾ 16 മാറും കർണാടക സംഗീതത്തിൽ. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ അത് 12ആണ്. 2 ഋഷഭം, 2 ഗാന്ധരം, 2 മധ്യമം, 2 ധൈവതം, 2 നിഷാദം, പിന്നെ ഒരു ഷഡ്ജം, അതെല്ലാം കൂട്ടുമ്പോൾ 12 വരും. അപ്പോൾ ഈ 12 സ്വരങ്ങൾ 16 മാറ്റുന്ന ഒരു വിദ്യയാണ് മേളകർത്താരങ്ങൾ പറഞ്ഞിരിക്കുന്നത് ശാസ്ത്രീയ സംഗീതത്തിൽ. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഏത് പാട്ടും പഠിക്കുമ്പോൾ അത് ഏത് സ്വരങ്ങളിലാണ് അത് മുട്ടുന്നതെന്ന് നമുക്കറിയാൻ പറ്റും.